ഖുവൈലിദ് റളിയല്ലാഹു അൻഹുന്ന. ഈ 4 മഹദിമാരാണ് പൂർണ്ണതയിലേക്ക് എത്തിയത്. പുരുഷന്മാരിൽ പൂർണ്ണതയിലെത്തിയത് ഒരുപാട് പേരുണ്ട്. ആ പരിപൂർണത കൈവരിച്ച ഒരു മഹദിയെയാണ് ലോകത്തുള്ള ആണിനും പെണ്ണിനും, വിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അള്ളാഹു ഉദാഹരണമായി വെച്ചിരിക്കുന്നത്. അവരെ പോലെ ആവാൻ കഴിയുമോ? സൂറത്തു തഹ്രീം ആ 2 ഉദാഹരണം പറഞ്ഞു. وضرب الله مثلا للذين آمنوا امرأة فرعون. ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവിയെയാണ് സത്യവിശ്വാസികൾക്ക് അല്ലാഹു ഉദാഹരണമായി നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മുടെ മാതൃക ആസിയ ബീവിയാണത്രേ. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആസിയ ബീവി മാതൃക, പുരുഷന്മാർക്കും മാതൃകയാണ്. ആരായിരുന്നവർ? ഇംറഅത ഫിർഔൻ, ഫറോവയുടെ ഭാര്യയായിരുന്ന ആസിയ ബീവി. ഇദ് ഖാലത്, ബീവിയാണ് പറഞ്ഞത്, റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നഹ്, അല്ലാഹുവേ നിന്റെ അരികത്ത് ഒരു വീട് എനിക്ക് വേണം സ്വർഗത്തിൽ. സഅലത്തിൽ ജിവാറ ഖബ്ല അദ്ദാർ, വീട് വേണം എന്ന് പറയുന്നതിന് മുമ്പ് ആരുടെ അടുത്താണത് വേണ്ടത് എന്ന് ആദ്യം പറഞ്ഞു. റബ്ബി ബിനി ലീ ബൈതൻ ഫിൽ ജന്ന എന്നല്ല, റബ്ബി ബിനി ലീ ഇൻദക, നിന്റെ അരികത്ത് റബ്ബേ, നിന്റെ അരികത്ത് നിന്റെ സാമീപ്യം അറിയണം, നിന്നെ കാണണം. അല്ലാഹുവേ നിന്റെ ദിവ്യമായ സാമീപ്യം അറിയാൻ കഴിയുന്ന വിധം സ്വർഗലോകത്ത് എനിക്കൊരു വീട് നൽകണമേ. റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീട് മതി. ഫറോവയുടെ കൊട്ടാരം എനിക്ക് നഷ്ടമായേക്കും, അതെനിക്ക് പ്രശ്നമല്ല. സ്വന്തം വീട്ടിലേക്ക് പോയിക്കോ എന്നല്ല പറയുന്നത്. ആ കൊട്ടാരത്തിനെ ഇറക്കി വിട്ട് ദാരുണമായി ബീവിയെ കൊല്ലുകയാണ് ചെയ്തത്. വളരെ ദാരുണമായി, നമുക്ക് പറയാൻ പോലും കഴിയില്ല. എത്ര വേദനിച്ചു കാണും. പക്ഷേ മഹദി ഉറച്ചു നിന്നു. അള്ളാഹുവിന്റെ പടച്ചവനെ സംബന്ധിച്ചുള്ള തൗഹീദ് അംഗീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ആസിയ ബീവിക്ക് കൊട്ടാരം നഷ്ടപ്പെടില്ലായിരുന്നു, പക്ഷേ പരലോകം നഷ്ടമാകും. പക്ഷെ മഹദി പറഞ്ഞു, പടച്ചവനെ, ഫറോവയും അവന്റെ ആളുകളും എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. വനജ്ജിനീ മിൻ ഫിർഔന വഅമലിഹി, ഫറോവയും അവന്റെ ആളുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തി തരയണമേ, എനിക്ക് മരണം തരയണമേ. അവരെന്നെ ഉപദ്രവിക്കാം, പെട്ടെന്ന് മരിപ്പിച്ചേക്ക് റബ്ബേ. വനജ്ജിനീ മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ആൾക്കൂട്ടം അവരോടൊപ്പമുണ്ട്, അവരും എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. റബ്ബേ നീ എന്നെ രക്ഷപ്പെടുത്തണേ, നിന്നിലേക്ക് എന്നെ കൊണ്ടുപോകണമേ. ഫറോവയുടെ കൊട്ടാരം എനിക്ക് പ്രശ്നമല്ല നഷ്ടമാകുന്നത്, അതിനു പകരം നിന്റെ അരികത്തൊരു വീട് എനിക്ക് നൽകണമേ എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരു സ്ത്രീയായിരുന്നു ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹാ. പുരുഷന്മാർ പതറാനിടയുള്ള ഒരു സ്ഥലമാണത്. സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഏത് തിന്മയെയും തലയാട്ടി അംഗീകരിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഇതൊരു പെണ്ണല്ലേ, ഒരു സ്ത്രീയല്ലേ, ദുർബലയല്ലേ. ആ മഹദി കൊട്ടാരത്തിന് ഇറക്കി വിടുക മാത്രമല്ല, വനജ്ജിനീ മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ആളുകളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തേണമേ. എത്ര ആളുകൾ ആ മഹദി ഉപദ്രവിക്കാൻ വന്നു കാണും. ഫറോവയുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ ചുട്ടുപഴുപ്പിച്ച് ചൂടുള്ള ഒരു ഇരുമ്പിന്റെ കഷ്ണം ശരീരത്തേക്ക് കുത്തി നോവിച്ചുകൊണ്ടാണ് മഹദിയെ അവർ കൊല ചെയ്തത്, മഹദി ഷഹീദാകുന്നത്. പക്ഷേ അല്ലാഹുവിനോട് ചോദിച്ചു, സഅലത്തിൽ ജിവാറ ഖബ്ല അദ്ദാർ. അങ്ങനത്തെ മഹദിമാർ, ഇത് വിശ്വാസത്തിന്റെ തീവ്രമായ അനുഭവമാണ്. സത്യം ബോധ്യപ്പെട്ടാൽ അത് കൈവടിയാൻ കഴിയാത്തത്. ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷമാണ് ഫറോവയുടെ കൊട്ടാരത്തിലെ ഫറോവയുടെ മറ്റൊരു ഭാര്യക്ക് ജനിച്ച ഒരു മോളുണ്ട്. ആ മോൾക്ക് മുടി ചീകി കൊടുക്കുമായിരുന്ന, ആ കുഞ്ഞിനെ കുളിപ്പിക്കുമായിരുന്ന മാഷിത്തത്തു ബിൻതി ഫിർഔൻ, ഫിർഔനിന്റെ പെണ്ണിന്റെ മുടി വാരുന്നവൾ എന്നർത്ഥമുള്ള മാഷിത്ത ബിൻതി ഫിർഔൻ.
ആ മഹദിയുടെ ഖൽബിലേക്ക് വിശ്വാസം കടന്നു വന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മിഅ്റാജിന്റെ സംഭവങ്ങൾ വിവരിച്ചെടുത്ത് ഹബീബായ നബിയുടെ ഹദീസ് ഉദ്ധരിച്ചെടുത്ത് വിഷയം പറയുന്നുണ്ട്. എനിക്ക് സുഗന്ധം അനുഭവപ്പെട്ടു. വജദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വീബ റീഹിഹാ വസകാതഹാ ഫിസ്സമാ. ആകാശലോകത്ത് മഹദിയായ മാഷിത ബിൻതി ഫിർഔൻ എന്ന ഫിർഔനിന്റെ പെണ്ണിന് മകൾക്ക് മോൾക്ക് മുടി വാർന്നു കൊടുത്തിരുന്ന പെണ്ണ്, അവരുടെ പേര് നമുക്കറിയില്ല. മാഷിത എന്ന് പറയുന്നത് മുടിവാർന്നു കൊടുക്കുന്നവൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മാഷിതത്തു ബിൻതി ഫിർഔൻ, ഫിർഔനിന്റെ പെണ്ണിന് മുടിവാരുന്നവൾ. ആ മഹദി ദാരുണമായി കൊല ചെയ്യപ്പെട്ടവളാണ്. ഫറോവയുടെ കിങ്കരന്മാർ കൊല ചെയ്തത്. ആ മഹദി അവരുടെ സുഗന്ധം അല്ലാഹു ആകാശ ലോകത്ത് പരത്തിക്കളഞ്ഞു. മിഅ്റാജിന് ഹബീബായ നബി യാത്ര ചെയ്യുമ്പോ പുണ്യനബി ചോദിച്ചു, വമാ ശഅനുഹാ യാ ജിബ്രീൽ, ഞാൻ അറിയുന്ന ഈ സുഗന്ധം ആരുടേതാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഇന്ന ഹാദിഹി അൽ മാഷിത, ഇവരാണ് ഫിർഔനിന്റെ മോൾക്ക് മുടിവാർന്നു കൊടുത്തിരുന്നവൾ. അവരുടെ സുഗന്ധമാണ് നബിയെ ആകാശലോകത്ത് നിങ്ങൾ അനുഭവിക്കുന്നത്. മഹദിയായ മാഷിത ബീവി, അങ്ങനെയാണ് അവർ അറിയപ്പെടുന്നത്. ബൈനമാ കാനത് തംഷിതു ബിനത ഫിർഔൻ, ഫിർഔനിന്റെ മകൾക്ക് മുടി ചീകി കൊടുക്കുമ്പോൾ ഇത് സഖതൽ മിദ്റാർ, ചീർപ്പ് കയ്യിൽ നിന്ന് താഴെ വീണുപോയി. അപ്പൊ പറഞ്ഞു, ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അത് എടുത്തു. അപ്പൊ ഫിർഔന്റെ മോള് ചോദിച്ചു, അബീ, എന്റെ പിതാവ് ഫറോവയാണോ അല്ലാഹു എന്ന വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത്? അവള് പറഞ്ഞു അല്ല. ലാ റബ്ബി വറബ്ബുക വറബ്ബു അബീക ഹുവല്ലാഹു അല്ലദീ ഫിസ്സമാ, പ്രപഞ്ചത്തിനതീതമായ ഉന്നതങ്ങളിൽ കഴിയുന്ന അല്ലാഹുവാണ് എന്റെയും നിന്റെയും നിന്റെ ഉപ്പയുടെയും പടച്ചവൻ. പെൺകുട്ടി ചോദിച്ചു, ഞാൻ എന്റെ ഉപ്പയോട് ഇത് പറഞ്ഞു കൊടുക്കും കേട്ടോ. നീ വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തോ, വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തോ. അതൊരു വെല്ലുവിളിയായിരുന്നു. ആ പറഞ്ഞു കൊടുത്തതിൽ ഫറോവ, അവലക്കി റബ്ബുൻ ഗൈരി, ഞാനല്ലാത്തൊരു പടച്ചവൻ നിനക്കുണ്ടോ? ആക്രോശിച്ചു തുടങ്ങി. ഖാലത് നഅം, ഉണ്ട്. റബ്ബി വറബ്ബുകല്ലാഹ്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തിലൂടെ ഏതൊരു പടച്ചവനെയാണോ അല്ലാഹു പരിചയപ്പെടുത്തിയത്, ആ പടച്ച തമ്പുരാൻ, ആ അല്ലാഹു ആണ് എന്റെയും ഫറോവ നിങ്ങളുടെയും റബ്ബ് എന്ന് രാജാവിന്റെ മുന്നിൽ ഒരു വേലക്കാരി പെണ്ണ് വിളിച്ചു പറഞ്ഞു. നോക്കണം, അധികാരം കൊണ്ട് എത്രയോ താഴെ കിടക്കുന്ന, അധികാരത്തിന്റെ തുരുമ്പ് പോലുമില്ലാത്ത അതുമൊരു പെണ്ണ്. ആ പെണ്ണിന് ജോലി പോയാൽ രാജാവിന്റെ കൊട്ടാരത്തിന് ഇറക്കി വിട്ടവളാണ് എന്ന പേര് അറിയപ്പെട്ടാൽ തന്നെ വേറൊരു ജോലിയും ആ പെണ്ണിന് കിട്ടില്ല. എന്നിട്ട് പോലും മഹദി സധൈര്യം പറഞ്ഞു, സൃഷ്ടാവായ പടച്ച തമ്പുരാനെ നിഷേധിക്കാൻ എന്നെ കൊണ്ടാവില്ല. എന്റെ രക്ഷിതാവും നിന്റെ രക്ഷിതാവും അല്ലാഹു തന്നെയാണ്. ഫറോവ ചെയ്ത പണി എന്താണ്? സ്വഹീഹായ ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഇമാം അഹ്മദ് എന്നവർ, ഇമാം ബസ്സാർ എന്നവർ, ഇബ്നു മാജ ഇവരൊക്കെ ഉദ്ധരിച്ചിരിക്കുകയാണ്. വിശാലമായ ഒരു ചെമ്പ് കൊണ്ടുവരുന്നു, എണ്ണ തിളപ്പിച്ചു. ക്രൂരമായ ദാരുണമായ അന്ത്യം ആ പെണ്ണിനെ ഒരുക്കി വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി, നീ എങ്ങാനും നിന്റെ വാദം തിരുത്തുകയില്ല എങ്കിൽ ഈ എണ്ണയിലേക്ക് നിന്നെയും നിന്റെ മക്കളെയും ഞാൻ എറിയും. അതുകൊണ്ടൊന്നും എന്റെ വിശ്വാസത്തിന് ഞാൻ അടിയറവ് പറയുകയില്ല എന്ന് പറഞ്ഞ മാഷിതത്തു ബിൻത് ഫിർഔൻ, ഒരു വേലക്കാരിയായ സാധുവായ പെണ്ണ്, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഒരു ശത്രുവിനോട് നേരിട്ടതിന്റെ അനുഭവം, അതിന്റെ സുഗന്ധമാണ്. ആ പെണ്ണ് ഷഹീദായതിന്റെ സുഗന്ധമാണ് ആകാശലോകങ്ങളിലൂടെ അള്ളാഹു പരത്തിക്കളഞ്ഞത്. ആ സുഗന്ധത്തിലൂടെയാണ് ഹബീബിന്റെ മിഅ്റാജ് നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്
ഹബീബായ നബി തങ്ങൾ ജിബ്രീൽ തങ്ങളോടാണ് ചോദിക്കുന്നത്. ആകാശ ലോകത്ത് വെച്ച് നടന്ന സംഭാഷണമാണ് പുണ്യ നബിയുടെ ഹദീസായി നമുക്ക് നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നത്. ഒരു കുഞ്ഞിനെ എറിഞ്ഞു. തിളച്ചുമറിയുന്ന എണ്ണയിൽ ജീവനുള്ള ഒരു ജീവനെ അങ്ങോട്ടെറിയുന്നതിന്റെ ഏറ്റവും ക്രൂരമായ ഭാവം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ആ പെണ്ണ് കരയാൻ തുടങ്ങി. സ്വന്തം ശരീരത്തിന്റെ ഭാഗമല്ലേ ഉമ്മയുടെ മക്കള്. ആ പെണ്ണിന്റെ 2 മക്കളെ എറിഞ്ഞു. 3ാമത്തെ കുഞ്ഞിനെ, അതും പാല് കുടിക്കുന്ന പിഞ്ചു പൈതലിനെ ആ എണ്ണയിലേക്ക് എറിയാൻ പിടിച്ചു പറിക്കുമ്പോൾ ആ പെണ്ണൊന്ന് കരഞ്ഞുപോയി. കരഞ്ഞപ്പോൾ ഉമ്മയോട് ആ പിഞ്ചു പൈതലാണ് പറഞ്ഞത്, തകല്ലമ ഫിൽ മഹ്ദി 4. പ്രായമാകുന്നതിന് മുമ്പ് സംസാരിച്ച മക്കൾ 4 പേരുണ്ട് എന്ന് പറഞ്ഞതിൽ ഈസ ഇബ്നു മറിയം, ഇബ്നു മാഷിത, ഷാഹിദ് യൂസുഫ് വസാഹിബ് ഖുറൈശ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു. അതിൽപ്പെട്ട ഒരു കുഞ്ഞാണ് ഈ മാഷിത ബീവിയുടെ പൊന്നുമോൻ. ഉമ്മാ, നിങ്ങൾ എന്തിനാണ് ശങ്കിച്ചു നിൽക്കുന്നത്? ഈ ചൂടല്ലാഹു നമുക്ക് തണുപ്പാക്കി തരും, നമുക്ക് നാളെ സ്വർഗം തരും. അതുകൊണ്ട് യാ ഉമ്മാ ഇസ്ബിരി ഫഇന്ന അദാബദ് ദുനിയ അഹ്വനു മിൻ അദാബിൽ ആഖിറ. പരലോകത്തിന്റെ അദാബ് ശിക്ഷയെ തുലനം ചെയ്തു നോക്കിയാൽ ഈ ലോകത്തെ ശിക്ഷ വളരെ ചെറുതാണുമ്മ, അതുകൊണ്ട് പേടിക്കല്ലേ എന്ന് ആ ഉമ്മയോട് പറഞ്ഞപ്പോഴാണ് ആ കുഞ്ഞിനെയും കൈപിടിച്ചുകൊണ്ട് ഈ വലിയ ചെമ്പിലേക്ക് ആ പെണ്ണ് ചാടുന്നത്. പക്ഷെ ഒരു കാര്യം പറഞ്ഞു ഫറോവയോട്, എനിക്കൊരു ആഗ്രഹമുണ്ട് നിങ്ങളോട് പറയാൻ. ഞാൻ മരണം വരിക്കുന്നത് എനിക്ക് പേടിയല്ല. ഇദാ ഖതൽതനാ, ഞങ്ങളെ മുഴുവൻ നീ കൊന്നുകളയുമ്പോ, എന്റെയും എന്റെ മക്കളുടെയും എല്ലുകൾ ഒരു ഖബറിലെ നിങ്ങൾ വെക്കാവൂ. ഞങ്ങളെ ഖബറിൽ വേർപിരിക്കരുതേ. മരണത്തിൽ ഒരുമിച്ച പോലെ നാളെ ഖബറിലും നിങ്ങൾക്ക് ഒരുമിക്കണം എന്നൊരാഗ്രഹം. അതിന് മറുപടി അത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മഹദി അത് കേട്ടതിന് ശേഷം ആ സംഭവിച്ചൊരു പെണ്ണിന്റെ കഥ നബി തങ്ങൾ പറയുന്നത് നമ്മൾ പേടിക്കാനല്ല, ഭയപ്പെടുത്താനുമല്ല. പിന്നെയോ വിശ്വാസം, അതിലും കരുത്തുള്ള ഒരു വിശ്വാസത്തിന്റെ മാതൃക നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? അതും ഒരു പെണ്ണിലൂടെ. ഒരു മഹദി ജീവിതത്തിന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, വിശ്വാസം കൈകൊണ്ടവരെ, സൽക്കർമ്മങ്ങൾ കൂടെ ചെയ്തവരെ എന്ന് അള്ളാഹു വിളിക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ മഹത്വം എത്രയാണ്, എത്ര ഗൗരവമുള്ളതാണ്. നമ്മൾ അല്ലാഹു അക്ബർ ചൊല്ലുന്നു, ബിസ്മില്ലാ ചൊല്ലുന്നു. നമ്മൾ അറിയുന്നുണ്ടോ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ നമ്മുടെ വിശ്വാസം തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വിധം സുശക്തമാണോ അല്ലാഹുവിലുള്ള നമ്മുടെ വിശ്വാസം? അത് വലിയ വിഷയമാണത്. നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ കോലം മാറി നടക്കുമ്പോ, അവനവന്റെ ഐഡന്റിറ്റി ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അള്ളാഹുവിലുള്ള അപാരമായ വിശ്വാസത്തിന്റെ പേരിൽ അക്രമിയായ രാജാവും ഭരണാധികാരിയുമായ റംസീസ് രണ്ടാമന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുക മാത്രമല്ല, ദാരുണമായി കൊല ചെയ്യപ്പെട്ട മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം മാഷിത ബീവി റളിയല്ലാഹു അൻഹാ. ഈ ധീരതയുള്ള ഉമ്മമാരിലൂടെയാണ് പക്വമതികളായ മക്കൾ ഈ ഉമ്മത്തിനുണ്ടായത്. അവരിലൂടെയാണ് അടിയുറച്ച ഈമാനിന്റെ സ്ഫുരണമുണ്ടായത്, വെളിച്ചമുണ്ടായത്, ഹൃദയങ്ങൾക്ക് തെളിച്ചമുണ്ടായത്.